ഞായറാഴ്ച ആയിട്ട് എല്ലാവരും എന്തെടുക്കുകയാണ്? ഞാനിവിടെ നല്ല പകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പരിസര ശുദ്ധീകരണമായിട്ട് കുപ്പിയിലും പാട്ടിലൊക്കെ വെള്ളം നിറഞ്ഞ് മൊത്തം വൃത്തികേടായിട്ട് അവളോടെയൊക്കെ ഇങ്ങനെ മഴയൊക്കെ വെച്ച് പിടിച്ചിട്ട് പാറയോ കൊതുവും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനൊരു നല്ല കാര്യം ചെയ്യാമെന്ന് ഓർത്ത്, വേറൊന്നല്ല, നമ്മുടെ പറമ്പിലും തൊടിയിലൊക്കെ കിടക്കണം പാട്ടയും കുപ്പി സാധനങ്ങളൊക്കെ പിറക്കിയിട്ട് നമ്മൾക്ക് സ്ക്രാപ്പ് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് തൂക്കി വിറ്റ് കഴിഞ്ഞാൽ ആ കിട്ടുന്ന കാശിന് നമുക്ക് മന്തി ചാഞ്ച് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഒരു ഓഫർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാ പിള്ളേരും എല്ലാവരും കൂടിയൊക്കെ അങ്ങോട്ട് കൂടി ഒരു 3-4 ചാക്കോളം കുപ്പിയും പാട്ടയും സാധനങ്ങളൊക്കെ ആയിട്ട് സൈക്കിളും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ആപ്പയൊക്കെ വാങ്ങിച്ച് കൂട്ടുകാരുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ച് നമ്മൾ തൽക്കാലം മനുഷ്യമായിട്ടിന് ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആപ്പയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആപ്പയിൽ കാരണം ഒരു കുടുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുടുങ്ങി നമ്മൾ സ്ക്രാപ്പ് അടയിലോട്ട് പോവുകയാണ്. ബാക്കിൽ ഇതേ ബംഗാളി ഇരിപ്പുണ്ട് കേട്ടോ. ബംഗാളി വേറെ ഒന്നിനല്ല, നമ്മളുടെ കുഴിമന്തി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുള്ളിക്കാരൻ പുറകിലോട്ട് കയറിക്കണത്. ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് അവൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ക്രാപ്പ് അടയിൽ ചെന്ന് കണ്ടാവും ടോമിൻ്റെ 1, 2, 3 ആ വയസ്സിലൊക്കെ ഉള്ള സൈക്കിളൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. മിക്കുവിൻ്റെ സൈക്കിളുണ്ട്, അവൻ്റെ സൈക്കിളുണ്ട്, എല്ലാവരുടെയും സൈക്കിളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര ആക്റ്റീവായിട്ട് പുള്ളിക്കാരൻ എല്ലാവരും എടുത്ത് തൂക്കി സെപ്പറേറ്റ് പ്ലാസ്റ്റിക് ഇതൊക്കെ തൂക്കം നോക്കേണ്ട, വേറെ ഒന്നിനല്ല. ഈ കിട്ടുന്ന കാശ് മുഴുവനും പുള്ളിക്കാരനെ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഒരൊറ്റ കാര്യത്തിലാണ് പുള്ളിക്കാരൻ ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് പണിയെടുക്കണം. ഇവൻ്റെ പണിയെടുക്കൽ ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അവർ അവിടെ നിർത്തുമെന്ന് വരെ ചോദിച്ചു സ്ക്രാപ്പ് കടക്കാർ. പിന്നെ നമ്മുടെ മുതലല്ലേ നമ്മൾ കൊടുത്തില്ല കേട്ടോ. സൈക്കിൾ തൂക്കം നോക്കണതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അനീഷേട്ടനെ കൂടി തൂക്കം അങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ ഞാൻ ഓർത്തു. പക്ഷേ അത്തരം വിലയില്ലാത്തതുകൊണ്ട് അനീഷേട്ടന് തൂക്കം കൊടുത്തില്ല, സൈക്കിൾ മാത്രം കൊടുത്തുള്ളൂ കേട്ടോ. അനീഷേട്ടനും അപ്പം ആ കൂട്ടത്തിലൊന്ന് തൂക്കി നോക്കി, പക്ഷേ അവരെടുക്കൂലെന്ന് പറഞ്ഞ കാരണം നമ്മൾ അനീഷേട്ടനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കേണ്ട 1000 രൂപ നമുക്ക് കിട്ടിയിട്ട് 1000 സംതിങ് കിട്ടിയത് ഗൂഗിൾ പേ ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് കുഴിമന്തി വാങ്ങി